നീ ആ അരി എടുത്തന്നെ മാരേട്ട ചായ. മോളെ, ഈ തോക്കെന്ന് പറയുന്നത് മറ്റുള്ളവർക്ക് നാക്കെന്ന് പറയുന്നത് പോലെയാ എനിക്ക്. ബർമ്മ അതിർത്തിയിൽ തോക്കും ഞാനുമായിട്ട് കളിച്ചൊരു കളി അന്നേ ഞാൻ ആഗ്രഹിച്ചതാ, ഇതുപോലെ ഒന്ന് കിട്ടാൻ. ഇപ്പോഴെങ്കിലും സ്വന്തമായിട്ട് എനിക്കത് കിട്ടി. മോളെന്താ ആലോചിക്കുന്നത്? അത് ഒരു പിടിയും കിട്ടുന്നില്ല മാരേട്ട. പ്രതീക്ഷിക്കാതെ എന്തൊക്കെ സംഭവിച്ചു പോയി. എത്ര കാലം എന്ന് വെച്ചാ ഈ കാട്ടിലിങ്ങനെ കഴിയാ? ഞങ്ങൾക്കൊക്കെ എവിടെയായാലും ഒരുപോലെയല്ലേ മോളെ. പിന്നെ കാട്ടിലാവുമ്പോ ജന്തുക്കളെ മാത്രം പേടിച്ചാൽ മതിയല്ലോ. ആ ചിങ്കനവിടെ, അവനെയും വേണതൊക്കെ ഒന്ന് പഠിപ്പിക്കാൻ. പാവങ്ങൾ, കല്യാണം കഴിഞ്ഞിട്ട് അവർക്ക് സ്വസ്ഥമായിരുന്നു രണ്ടൂട്ടം പറയാൻ കഴിഞ്ഞിട്ടില്ല. കരയാതറാക്കി, നമുക്കിതേ വിധിച്ചിട്ടുള്ളൂ എന്ന് സമാധാനിക്കും. നമ്മളോ ദുരിതത്തിലാ കഴിയുന്നത്. നമ്മുടെ മക്കളെങ്കിലും നന്നായി കഴിയണ്ടേ? അതിനാ ഇതൊക്കെ. അളമുട്ടിയ പാമ്പിന്റെ തിരിച്ചുകടിയാ. ഇതിനിടയ്ക്ക് ഞാൻ ചത്തുപോയാലും നീ സന്തോഷിക്കണം. നിന്റെ കെട്ടിയോൻ ഒരു പട്ടിയെപ്പോലെ നാറിയിട്ടല്ല ചത്തതെന്ന്. റാക്കി, നീ ഒന്ന് ഭൈരവിയോട് വിവരം പറ. അടുപ്പെല്ലാം വെള്ളം എടുത്ത് അടച്ചേക്കാൻ പറ. പോകാനുണ്ട് അവരെടുത്തു. എന്നെ പറ്റി നീ വിഷമിക്കണം. ചെല്ല്, എളുപ്പം ചെല്ല്. രാഖി, ഇവരുടെ കൂടെ ഉൾക്കാട്ടിലേക്ക് പോച്ചു. വരും മാരേട്ട, ചിങ്ങനെ ഒറ്റയ്ക്ക് വിടുന്ന അപകടം. അനീ പോരുത്. നടക്കൂ. ഇങ്ങനെ കൊണ്ടുപോയാൽ നമുക്കവന് ജീവനോടെ കിട്ടില്ല. പോലീസിനെ കൊന്നെങ്കിലും ഞാൻ അവൻ രക്ഷിക്കും.
രാഖി, എന്റെ ചിങ്കിനെ കൊലക്കി കൊടുത്തിട്ട് ചേച്ചിക്ക് എന്താ കിട്ടിയേ? രാഖി, അത് ഞങ്ങൾക്കൊന്നും കേൾക്കണ്ട. ഞങ്ങൾക്ക് ഇതിന്റെ സഹായം വേണ്ട. പാവം ചിങ്കനെ പിടിപ്പിച്ചില്ലേ? നിന്നെ വിശ്വസിച്ചതിന് നീ തന്നു. തോക്കില്ല കയ്യില് ഞങ്ങളെ കൂടി കൊന്നോളാം. ചത്തും കൊന്നും വേണം കഴിയാനെന്ന് വലിയ കാര്യത്തിൽ പറഞ്ഞല്ലോ. ഞങ്ങൾ എന്തിനും തയ്യാറായിട്ടാ കൂടെ വന്നു. വലിയ ഓഫീസറെ കണ്ടപ്പോ പറഞ്ഞ് ബീരിയൊക്കെ പറഞ്ഞു. ഞാൻ പറയുന്നത് അധികം പരിപ്പുള്ളവരെ നമ്പിക്കൂടാണ്. ചതിയന്മാര്. മരട്ടാ, എന്നെ വെറുക്കരുത്. എനിക്ക് നിങ്ങളൊക്കെ ഉള്ളൂ. ഞാനൊന്ന് പതറിയെന്നു നേരാ. അതെന്തുകൊണ്ടായിരുന്നെന്ന് ചിങ്കന് മനസ്സിലാവും. ചിങ്കനെ പിടിച്ചത് വേറെ ഏതൊരു ഓഫീസറായിരുന്നാലും എന്റെ ജീവൻ കളഞ്ഞ് ഞാൻ ചിങ്കനെ രക്ഷിക്കുമായിരുന്നു. ഡിവൈഎസ്പി ശാന്തപ്പൻ വലിയ വാക്കൊന്നും പറഞ്ഞ് ഞങ്ങൾ ഇനിയും മയക്കണ്ട. കാട്ടിലേക്ക് ഏതായാലും പോയിക്കോട്ടെ. ഞങ്ങൾ ഈ കാട്ടില് എങ്ങനെയും കഴിഞ്ഞോളാം. രാഖി, എന്ത് ചെയ്തും നിന്റെ ചിങ്കനെ ഈ ചേച്ചി തിരിച്ചു കൊണ്ടുവരും. ഇത് സത്യം. അമ്മതാ വരുന്നു ശാന്തി മോളെ. ശാന്തി, ആരാ? എന്തു വേണം? ചേച്ചി, ചേച്ചി, ചേച്ചി ഇതുവരെ എവിടെയായിരുന്നു? എന്നോടെങ്കിലും ഒരു വാക്ക് പറഞ്ഞിട്ട് പോകാമായിരുന്നില്ലേ? മോളെ, മോടെ ആന്റിയാ ഇത്. ചേച്ചി, ചേച്ചിയുടെ പേര് തന്നെയാ മോക്കിട്ടിരിക്കുന്നത്, ശാന്തി എന്ന്. എന്തായാലും ഇപ്പോഴെങ്കിലും എന്റെ ചേച്ചിക്കൊന്ന് വരാൻ തോന്നിയല്ലോ. വരൂ, എന്തെല്ലാം പറയാനുണ്ട്. എത്ര കാലം കഴിഞ്ഞ് കാണുന്നതാ. വരൂ. ഞാനിപ്പോ വന്നത് നിന്റെ ആതിഥ്യം സ്വീകരിക്കാനല്ല, നിന്നെ ശാന്തപ്പനെ കാണാൻ കൊതി തോന്നിയിട്ടുമല്ല. അവൻ അറസ്റ്റ് ചെയ്ത ചിങ്കനെ വിട്ടുകിട്ടണം. എങ്കിലേ ഞാൻ ഈ കുഞ്ഞിനെ തിരിച്ചു വരൂ. ചേച്ചി, അബദ്ധം കാണിക്കരുത്. എനിക്കിപ്പോ ചിങ്കന്റെ ജീവനാ വലുത്. ഈശ്വര, ഞാൻ എന്തൊക്കെയാണ് ഈ കേൾക്കുന്നത്? എന്റെ ചേച്ചി തന്നെയാണോ ഈ പറയുന്നത്? നിങ്ങൾ ഒളിച്ചോടിപ്പോയെന്ന് അറിഞ്ഞത് മുതൽ നിങ്ങളെ ഓർത്ത് വേദനിക്കുന്നവളാ ഞാൻ. പക്ഷേ ഈ നിമിഷം മുതൽ ഐ ഹേറ്റ് യു ലൈക്ക് എനിത്തിങ്. നീ എന്നെ ശപിക്കാണോ? പക്ഷേ കാര്യമില്ല. നിന്റെ അച്ഛൻ തന്ന നാശത്തേക്കാൾ വലുതായി എനിക്കൊന്നും സംഭവിക്കില്ല. അതെന്താന്ന് അച്ഛന്റെ പൊന്നുമോക്ക് അറിയണ്ടേ? അച്ഛന്റെ മഹത്വം മോളായിട്ട് അറിയാതിരിക്കണ്ട. അന്ന് അങ്കിളിനെ പേടിച്ച് ശാന്തപ്പൻ നാടുവിട്ടുപോയി. നീ കൂടി ഹോസ്റ്റലിൽ പോയതോടെ ഗസ്റ്റ് ഹൗസിൽ നടന്നിരുന്ന പാർട്ടിയും കൂത്തും അച്ഛൻ വീട്ടിലേക്കാക്കി. അച്ഛനെ പോലെ സ്നേഹിച്ച മനുഷ്യന്റെ വെപ്പാട്ടേകാൻ മനസ്സിലാഞ്ഞ ഞാൻ വീട് വിട്ടത്. എന്നാലും എനിക്കൊരു ആശ്വാസം ഉണ്ടായിരുന്നു. എവിടെയാണെന്ന് അറിയില്ലെങ്കിലും എന്നെ സ്നേഹിക്കുന്ന നിങ്ങൾ ഈ ലോകത്തുണ്ടല്ലോ എന്ന്. പക്ഷേ എന്റെ ജീവിതം തകർത്ത മനുഷ്യന്റെ കൂടെ അയാളുടെ എല്ലാമായി എന്റെ അനിയനെ കണ്ടപ്പോൾ നീ നേരത്തെ പറഞ്ഞ ഇംഗ്ലീഷ് വാക്കുണ്ടല്ലോ, ഐ ഹേറ്റ് യു ലൈക്ക് എനിത്തിങ് എന്ന്. അതിലും ഉച്ചത്തിൽ അന്ന് ഞാൻ എന്റെ മനസ്സിൽ പറഞ്ഞതാ. അരുത് ചേച്ചി, അങ്ങനെയൊന്നും പറയരുത്. ഞങ്ങളെ വെറുക്കരുത്. അച്ഛൻ പറഞ്ഞതും വിശ്വസിപ്പിച്ചതും
ഇതൊന്നുമല്ല. അതൊന്ന് കേൾക്കാനുള്ള സന്മനസ് എന്റെ ചേച്ചി കാണിക്കോ? ഞാൻ ചത്തില്ല. നിവർന്നൊന്ന് ചോദിക്കാനുള്ള തന്റെ ഇടം കിട്ടാൻ ഇത്രയും കാലം കാത്തിരിക്കേണ്ടി വന്നു. എവിടെ എന്റെ ലതയും ചേച്ചി? അവരെ കൂട്ടിക്കൊണ്ടുപോകാനാ ഞാൻ വന്നത്. അവരെ കൊണ്ട് നിനക്കെന്തിനാ എന്റെ അനുവാദം? അവർ രണ്ടുപേരും നിനക്ക് അവകാശപ്പെട്ടവരല്ലേ? ആ അവകാശമാവും കൊല്ലാൻ ശ്രമിച്ചുകൊണ്ട് നിങ്ങൾ എനിക്ക് തന്നത്. ശാന്ത, തെറ്റിദ്ധാരണ കൊണ്ടാ നീ പറയുന്നതെന്നറിയാം. എന്നാലും മോനെ, ഈ വയസ്സിനെ ഇങ്ങനെ വിഷമിപ്പിച്ചിട്ട് നിനക്ക് എന്ത് കിട്ടാനാ? വേണ്ട, എനിക്കൊന്നും കേൾക്കണ്ട. ഇനിയെങ്കിലും ഞങ്ങളെ ഞങ്ങളുടെ പാട്ടിന് വിട്ടേക്കും. ഞാൻ എന്ത് പറയാനാ മോനെ? ലതയെ നീ എപ്പോ വേണമെങ്കിലും വിളിച്ചോണ്ട് വയ്ക്കും. പക്ഷെ ശാന്തി ശാന്തി അവൾ ഇവിടെ ഇല്ല. ചേച്ചി എവിടെ? എന്റെ ചേച്ചി എവിടെ? നീ എന്റെ ചേച്ചിയും കൊന്നു. ദൈവത്തിനെ സാക്ഷിയായി കൊണ്ടെന്നാ പോലും നീ എന്നെ വിശ്വസിക്കില്ലെന്നറിയാം. ശാന്തി നമ്മുടെ ഡ്രൈവറുടെ കൂടെ ഒളിച്ചോടിപ്പോയി. എന്റെ ശത്രുക്കളാരോ നിന്നെ കൊല്ലാൻ ശ്രമിച്ചു ഓർക്കുന്നില്ലേ? അന്ന് നിന്നെ രക്ഷിക്കാതെ കാർ ഓടിച്ചു പോയതിന് ഞാൻ ഡ്രൈവറെ പറഞ്ഞു വിട്ടു. പക്ഷേ ശാന്തിയും അവനുമായി പ്രേമത്തിലായിരുന്നു. ജോലിയിൽ നിന്ന് അവൻ പോയത് അവളെയും കൊണ്ടാണ്. സ്നേഹമുള്ള 3 മക്കൾ എനിക്കുണ്ടെന്ന് അഹങ്കരിച്ച് നടന്നവനാ ഞാൻ. ആദ്യം നീ എന്നെ തെറ്റിദ്ധരിച്ചു. ശാന്തിമോൾ അതിലും വലിയ വിവരക്കേട് കാട്ടിയിരിക്കുന്നു. നീ ഉപേക്ഷിച്ചാൽ എന്റെ മോളെ കൂടെ എനിക്ക് നഷ്ടപ്പെടുക. മോനെ, നിന്നെ കാണാതെ ഉരുകിത്തീരുക എന്റെ മോള്. ഇനി അവളെ വേദനിപ്പിക്കരുത്. ശാന്തേട്ടനാ? അവനിപ്പോ എന്നെ കാണരുത്. ഞാൻ വന്ന വിവരം അവൻ അറിയരുത്. അറിഞ്ഞാൽ എനിക്ക് എന്റെ ചിങ്ങനെ രക്ഷിക്കാൻ കഴിയാതെ വരും. പ്ലീസ്. വരുന്നു. ഒരു സെക്കൻഡ് ഒഴിവില്ല. നിന്റെ കൈകൊണ്ട് വിളമ്പി നല്ല തൃപ്തി കൊണ്ട് മാത്രം ഓടിപ്പോന്ന മോളെവിടെ? അത് നീ എന്താ ഒരുമാതിരി? എന്തു പറ്റി? ഒന്നുമില്ല മോളെ. തെക്കേടത്തിൽ ഓമന കൊണ്ടുപോയിരിക്കാം. അത്രേ ഉള്ളോ? അതിന് നീ എന്തിനാ എങ്ങനെ പേടിക്കുന്നത്? ചോറെടുക്ക്. എനിക്ക് ഉടനെ ആശുപത്രി വരെ പോകണം. ആ DSP കൊന്ന കേസിലെ പ്രതി അഡ്മിറ്റ് ചെയ്തിരിക്കുക. ഇതുവരെ ക്വസ്റ്റ്യൻ ചെയ്തിട്ടില്ല. മോള് വന്നല്ലോ. വേണ്ട, ഇരുന്നോളൂ, ഞാൻ എടുത്തോളാം. എന്താ എന്റെ മോളെ ഞാനെടുത്ത കൈ ഒടിയോ? മോളെ, ഇതെന്തൊരു പണിയത്? ഒരു അക്ഷരം ഉണ്ടാകും കുട്ടിയെ കിടത്തിട്ട് പോയിരിക്കുന്നു. മേൽ നിങ്ങളുടെ കയ്യിൽ കുട്ടിയെ കൊടുക്കരുത്, അല്ലേ മോളെ? മോളെ അവിടെ തന്നെ ചുറ്റിച്ചു പോയോ? അച്ഛൻ അറസ്റ്റ് ചെയ്യാം കേട്ടോ. ചേച്ചി, ലതേ,